ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സാസം വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ മൈസൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഈ വീഡിയോ ഇടുന്നത് വളരെ ലേറ്റ് ആയിട്ടാണെന്ന് എനിക്കറിയാം. ഇതിനിടയ്ക്ക് കുറേ ബിസി ആയിപ്പോയി, കുറേ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ സംഭവിച്ചു. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ചാമുണ്ഡി ഹിൽസിൽ തിരിച്ച് വന്നിട്ട് നമ്മൾ സൂവിൽ കയറാമെന്ന് വിചാരിച്ചു. സോ മൈസൂർ സൂവിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് സൂ ഇൻ ഇന്ത്യ. നമുക്കിവിടെ കുറേ കാഴ്ചകളുണ്ട്. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. വിജയൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു അണ്ടർ പാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അണ്ടർ പാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നു. നമ്മൾ ആദ്യം കണ്ടത് ലോക്കർ റൂമാണ്. നമുക്ക് ബാഗൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ലോക്കർ റൂമാണ്. അപ്പം നമ്മളതൊന്നും ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. 20 റുപ്പീസ് മാത്രമാണ് ആവുന്നത്. പിന്നെ ടിക്കറ്റും നമുക്ക് ഓൺലൈൻ തന്നെ എടുക്കാൻ പറ്റും. അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഓൺലൈനിൽ നമുക്ക് ഒരേ സമയം 4 ടിക്കറ്റ് ആണ് എടുക്കാൻ പറ്റുന്നത്. നേരിട്ട് ആ ഒരു ക്യൂ നമുക്ക് ഒഴിവാക്കാം. സോ നമ്മൾ ആദ്യം ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ കാണുന്നത് പക്ഷികളുടെ ഒരു ഭയങ്കര ലോകമായിരുന്നു. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഈ സ്കൂൾ കോളേജ് ടൂറൊക്കെ ഉള്ളൊരു സമയത്താണല്ലോ നമ്മൾ പോയത്. നവംബർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ടൈമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ആ തിരക്കൊന്നും നമ്മളെ ബാധിക്കുന്ന രീതിയിലല്ല ഈ സൂവിനൊരു സ്ട്രക്ചർ. നമുക്കെല്ലാം നടന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിക്കാണ്. എനിക്ക് ഈ ഒരു സൂ ആയിട്ടൊരു ഭയങ്കര ഒരു മെമ്മറി ഉണ്ട്. 2016 ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂർ വന്നപ്പോൾ ഞങ്ങൾ ഈവനിങ് ആണ് കേട്ടോ സൂവിലെത്തിയത്. അപ്പോൾ നമുക്ക് സൂ നടന്ന് വളരെ പയ്യെ കാണാനുള്ള സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടിയാണ് കണ്ടത്. ഇൻ ബിറ്റ്വീൻ ഇതിനകത്ത് തന്നെ ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. ആ 6-7 കിലോമീറ്റർ ഞങ്ങൾ ഓടി. സോ അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഭയങ്കര നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച സൂ. സോ അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ് നമ്മുടെ മൈസൂർ സൂ ഒഫീഷ്യലായിട്ട് അറിയപ്പെടുന്നത്. 157 ഏക്കറാണ് മൈസൂർ സൂവിനുള്ളത്. ഇവിടെ 2004-2005 കാലഘട്ടത്തിൽ ഒരു സിംഹവും കുറേ ആനകളും കുറേ പക്ഷികളും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ ലാബ് റിപ്പോർട്ടിൽ ഇത് പോയിസണിങ് ആണെന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരിൽ കുറേ ആൾക്കാരെ സസ്പെൻഡ് ചെയ്യുകയും കുറേ ആൾക്കാരെ അന്വേഷണപരമായി അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നടത്തിയ ടെസ്റ്റിൽ ഇതൊരു ഇൻഫ്ലുവൻസ കാരണമാണെന്നും H5N8 എന്നുള്ള ഇൻഫ്ലുവൻസ കാരണമാണെന്ന് കണ്ടെത്തി.
ഹായ്. സോ നമ്മൾ മൈസൂർ സൂന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ റൂം വെക്കേറ്റ് ചെയ്യാനായിരുന്നു. 12:30 വരെ. നമുക്ക് 24 hours ആണ് നമ്മൾ എന്താ പറയാ റൂമിന്റെ ടൈമിംഗ് വരുന്നത്. നമ്മൾ ഇന്നലെ 12:30ക്കാണ് എടുത്തത്. സോ ഇന്ന് 12:30 ആയപ്പോൾ 24 hours കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളുടെ ബാഗേജസ് ഒക്കെ അവിടെ തന്നെ അവർ കീപ്പ് ചെയ്യും. ഞങ്ങൾ അവിടെ ഡ്രസ് ജസ്റ്റ് മാറിയിട്ട് വാഷ്റൂം ഒക്കെ പോയി റൂം വെക്കേറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. പിന്നെ നമ്മളുടെ എന്താ പറയാ എന്റെ സ്കൂട്ടർ 130 ആണ്. പക്ഷെ നമ്മൾ ഈവനിങ് വരെ വെച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ 130 വരേക്കും 600, ദെൻ പെർ അവർ അവർ 50 rupees ആണ് ഈടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഒരു 4-5 ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ബസ് 5:30ക്കാണ്. ഒരു 4:30 4:45 വണ്ടി തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോ പിടിക്കാന്ന് വിചാരിച്ചു. നമ്മൾ കല്ലട ബസ്സാണ് എന്താ പറയാ ബുക്ക് ചെയ്തേക്കുന്നത്. അത് 5:30ക്കാണ്. അതിവിടെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നിന്നാണ് ആ ബസ് ഉള്ളത്. നമ്മളിപ്പോ കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ഇവിടെ നോർമലി നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും അത്യാവശ്യം കൊള്ളാവുന്നൊരു ഫുഡ് ദോശയും ബിരിയാണിയാണ്. ബിരിയാണി കൂടുതൽ ഹൈദരാബാദ് ബിരിയാണിയാണ് ഇവിടെ നല്ലത്. പിന്നെ ഒടുക്കത്തെ വിലയാണ്. നമ്മുടെ നാട്ടിൽ പോലെ 120, 140, 160 അതൊന്നും അല്ല, നേരെ ഡബിൾ ആണ്. 200, 250, 300 ഒക്കെയാണ്. ചിലതിലൊക്കെ കോംബോ ഓഫർ ഉണ്ട്. 350ക്കൊക്കെ 2 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. ചിലയിടത്തൊക്കെ 300 അല്ലെങ്കിൽ 250ക്ക് ഒരാൾക്ക് മാത്രം കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവുക. നമ്മള് ബിരിയാണിയും അതിന് കൂടെ ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. നമുക്കത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് നല്ല ഷോപ്സ് നോക്കി കയറുക. നമ്മള് വില കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഷോപ്പിലൊക്കെ മേ ബി അത്രയും ക്ലീൻലെസ് ഒന്നും ആയിരിക്കത്തില്ല. സോ അതൊക്കെ നോക്കിയിട്ട് നല്ല ഹോട്ടലൊക്കെ നോക്കിയിട്ട് കയറുക. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് അവൈലബിൾ ഉണ്ട്. നമ്മുടെ സിറ്റി ലിമിറ്റിൽ തന്നെ ഇഷ്ടംപോലെ ഹോട്ടൽസ് അവൈലബിൾ ആണ്. കേരള ഹോട്ടലിൽ നമ്മൾ സെർച്ച് ചെയ്തില്ല, മേ ബി ഉണ്ടാവാം. പക്ഷെ നമുക്ക് സെർച്ച് ചെയ്ത് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളത് കൊണ്ട്. സോ നമ്മൾ റെന്റ് എടുത്ത ആക്റ്റീവയാണത്. ആൻഡ് കുറേ വണ്ടീസ് അവൈലബിൾ ഉണ്ട്. ബൈക്ക് വേണ്ടവർക്ക് ബൈക്ക് ഉണ്ട്, സ്കൂട്ടി. എനിക്ക് തോന്നുന്നു സ്കൂട്ടിയാണ് ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചറിന് കുറച്ചും കൂടെ നല്ലത്. കാരണം ഇവിടുത്തെ ആൾക്കാർ എവിടെ നിന്നാണോ ഡ്രൈവിംഗ് പഠിച്ചത് എനിക്കറിയില്ല, ഇവർ റെഡ് സിഗ്നലൊന്നും കണ്ടാൽ നിർത്തുകയേ ചെയ്യില്ല. പിന്നെ നമ്മളെപ്പോഴും സൂക്ഷിക്കുക, ഓട്ടോക്കാർ നമ്മളുടെ ഇടയ്ക്കൂടെ കയറി വരും. സോ ബി അവെയർ ഓഫ് ദാറ്റ്. സോ നമ്മൾ അടുത്തതായിട്ട് ജഗൻമോഹൻ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരാൾക്ക് 60 രൂപ. സോ 120. ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ എന്താ പറയുക പാലസ് ആയിക്കോട്ടെ, സൂ ആയിക്കോട്ടെ. ഇപ്പോൾ സൂവിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. വാട്സാപ്പിൽ അവിടെ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും ഗൂഗിൾ പേ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കാശ് കയ്യിൽ വെച്ചിരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ATM തപ്പി നടക്കേണ്ടി വരും. ജഗൻമോഹൻ പാലസ് ഇപ്പോൾ ശ്രീ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി. 1956നും 61നും ഇടയിൽ പണിയെടുക്കപ്പെട്ട ഇപ്പോഴത്തെ മൈസൂരിലെ ഏറ്റവും പഴക്കമുള്ള ആധുനിക നിർമ്മിതികളിലൊന്ന്. നമ്മുടെ മൈസൂർ പാലസിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഏകദേശം 200 മീറ്റർ മാറിയാണ് ഈ ഒരു ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ കൊട്ടാരത്തിൽ വരുന്ന അധികം ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിവ് ഉണ്ടാകാൻ സാധ്യതയില്ല. മൈസൂർ രാജവംശത്തിൻ്റെ എന്താ പറയുക ഒരു ബദൽ രാജകീയ വസതിയാണിത്.
ജഗൻമോഹൻ പാലസിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലൗഡ് അല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോഗ്രാഫി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ അതോടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ പല ആൾക്കാരും അവിടെ അതിന് ശേഷവും ഒളിച്ചൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് എടുത്തില്ല. നമ്മൾ ജഗൻമോഹൻ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് സെൻറ്റ് ഫിലോമിനാസ് കാത്തീഡ്രലാണ്. മൈസൂർ പോകുന്ന എല്ലാ ആൾക്കാരും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ദേവാലയമാണ് സെൻറ്റ് ഫിലോമിനാസ് കാത്തീഡ്രൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ പള്ളികളിലൊന്നാണ് സെൻറ്റ് ഫിലോമിനാസ് കാത്തീഡ്രൽ. ഔദ്യോഗികമായിട്ട് സെൻറ്റ് ജോസഫ് കാത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മൈസൂർ രാജാവായ മഹാരാജ കൃഷ്ണരാജ വാദിയാറിൻ്റെ 4ാമൻ്റെ കാലത്താണ് ഈ ഒരു സെൻറ്റ് ഫിലോമിനാസ് കാത്തീഡ്രൽ നിർമ്മിക്കുന്നത്. 1936 നമ്മളുടെ ജർമ്മനിയിലെ കൊളോൺ കാത്തീഡ്രലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് സെൻറ്റ് ഫിലോമിനാസ് കാത്തീഡ്രൽ പണിയെടുപ്പിച്ചിട്ടുള്ളത്. സോ വി ആർ ലിവിങ്. നമ്മൾ വണ്ടി തിരിച്ചു കൊടുത്തു. നമ്മൾ ഇന്നലെ 1:30 എടുത്തത്. സോ ഇപ്പോൾ ഇന്നിപ്പോഴാണ് കൊടുത്തത്. ഇപ്പോൾ സമയം 4 o'clock. സോ നമുക്കൊരു പ്ലസ് ഒരു 100 ആയി. സോ അത് വേർത്തായിരുന്നു. കാരണം നമുക്ക് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പിന്നെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ വരാം. അങ്ങനെ കുറെ നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹെൽമെറ്റിന് കാര്യം അവരൊന്നും പറഞ്ഞില്ല ചെയ്യുന്നത്. ആൻഡ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആണ്. ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. അവിടെ റെന്റൽ ബൈക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ പക്ഷേ MVD ഒന്നും വലിയ സീനില്ല. ലൈക്ക് ഇവിടെ ആരും റെഡ് സിഗ്നൽ നോക്കാറില്ല. പിന്നെ ഹെൽമെറ്റ് ആരും ചോദിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഹെൽമെറ്റ് തരുള്ളൂ. ഞങ്ങൾ എക്സ്ട്രാ ചോദിച്ചുകൊണ്ടാണ് ഒരു ഹെൽമെറ്റ് കൊണ്ട് നമുക്ക് തന്നത്. നമ്മളത് ലോസ്റ്റ് ആയി. അതായത് അടിച്ചുകൊണ്ട് പോയി. പകരം ഒരു ഹെൽമെറ്റ് നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കൊടുത്തപ്പോൾ അവരൊന്നും പറഞ്ഞൊന്നുമില്ല. ആൻഡ് ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോകണം. അവിടുന്ന് ബസ് പിടിക്കും. സോ അപ്പോൾ നമ്മളിതാ മൈസൂർ പാലസൊക്കെ കണ്ടിട്ട് മൈസൂർ നഗരത്തിനോട് യാത്ര പറയാണ്. സോ 2 ദിവസം അടിപൊളിയൊരു ട്രിപ്പായിരുന്നു മൈസൂർ. ആൻഡ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇനി എന്നാ തിരിച്ചു വരുന്ന അറിയില്ല. സോ ദിസ് ഈസ് സൈനിങ് ഓഫ് മീ സുമേഷ് ഉദയൻ ഫ്രം ചാസും വ്ളോഗ്സ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.